ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فيدعو الله له നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഈ ദുനിയാവിലെ നമസ്കാരം ചിട്ടവെക്കുന്നവരെ നമസ്കാരം ആദ്യ വഖത്തിൽ നിർവഹിക്കുന്നതായ സഹോദര സഹോദരി നിനക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല നമസ്കാരത്തെ ആദ്യ വഖത്തിൽ ശ്രദ്ധിക്കുന്ന സഹോദര നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരുകയാണ് ആകാശലോകത്തേക്ക് നിന്റെ നമസ്കാരം ഉയരുകയാണ് അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നിന്റെ നമസ്കാരം ചെല്ലുമത്രേ. നമസ്കരിച്ചവൻ അനുകൂലമായി നമസ്കാരം ദുആ ചെയ്യുകയാണ്, നമസ്കാരം പ്രാർത്ഥിക്കുകയാണ്. വെറുതെ നമസ്കരിച്ചവനല്ല, മറിച്ച് ബാങ്ക് വിളിച്ചപ്പോൾ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്തവനാണ്. ബാങ്ക് വിളിച്ച സമയത്ത് തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ആദ്യ വഖത്തിൽ തന്നെ വീടിന്റെ അകത്തളങ്ങളിൽ നമസ്കരിച്ച സഹോദരിയാണ്. നമസ്കാരത്തെ ശ്രദ്ധ വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്, നമസ്കാരത്തെ ശ്രദ്ധ വെച്ച സഹോദരിയാണ്. ആദ്യ വഖത്തിൽ നമസ്കരിച്ചവരാണ്, ആദ്യ വഖത്തിൽ നമസ്കരിച്ചവരാണ്. അർശിന്റെ ചുവടിലേക്ക്, അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം എത്തുകയാണ്. നമസ്കരിച്ചവൻ അനുകൂലമായി അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിസ്കാരം ദുആ ചെയ്യുമേ, പ്രാർത്ഥിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കടാമ്പുഴയിലുള്ള സഹോദര സഹോദരിമാര് ശ്രദ്ധിക്കണേ. ഇന്ന് മഗ്രിബ് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചവരെ, ഇശാ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചവരെ, നിങ്ങൾക്ക് അനുകൂലമായി റബ്ബിന്റെ ദർബാറിലേക്ക് നിങ്ങൾ സലാം വീട്ടിയാൽ നമസ്കാരം എത്തിയിട്ട് റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിസ്കരിച്ച നമസ്കാരം ദുആ ചെയ്യുകയാണ്, ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹു കമാ ഹഫിളതനി, ഹഫിളകല്ലാഹു കമാ ഹഫിളതനി. നമസ്കാരമാകുന്ന എന്നെ നീ കാത്തു സംരക്ഷിച്ചതുപോലെ, നമസ്കാരമാകുന്ന എന്നെ നീ ക്രിയാത്മകമാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നിനക്ക് അനുകൂലമായി നിസ്കാരം ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഫയഖൂലുൽ മലായികതു ആമീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ സഹാബാ, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന കോടാന കോടി മലക്കുകൾ അതിന് ആമീൻ പറയുമത്രേ, ആമീൻ പറയുമത്രേ. ഇസ്തജിബ് യാ അല്ലാഹ്, ഇസ്തജിബ് യാ അല്ലാഹ്. അല്ലാഹുവേ നീ ഉത്തരം ചെയ്യണേ അല്ലാഹ്, നീ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാഹ് എന്ന് നിസ്കരിച്ച നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലക്കുകൾ ആമീൻ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിനേക്കാൾ വലുത് വേണോ സഹോദര, ഇതിനേക്കാൾ വലുത് വേണോ പെങ്ങളെ? നമസ്കാരം ചിട്ടവെക്കണേ, നമസ്കാരം ചിട്ടവെക്കണേ. ഏത് മജ്‌ലിസിലേക്ക് പോയാലും, സലാത്തിന്റെ മജ്‌ലിസിലേക്ക് പോയാലും, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് പോയാലും, ഏതൊക്കെ മാളുകളിലേക്ക് പോയാലും, ഏതൊക്കെ പാർക്കിലേക്ക് പോയാലും, ഏതൊക്കെ ബിസിനസ് സമ്പ്രദായത്തിന് നീ പോയാലും നമസ്കാരത്തെ നീ ഭംഗം വരുത്തരുതേ, നമസ്കാരത്തെ ഭംഗം വരുത്തരുതേ. നമസ്കാരത്തെ ഭംഗം വരുത്തിയിട്ടുള്ള സലാത്ത് മജ്‌ലിസാകട്ടെ, നമസ്കാരത്തെ ഭംഗം വരുത്തിയിട്ടുള്ള ദിക്റിന്റെ മജ്‌ലിസാകട്ടെ, നിനക്ക് ഫലം ചെയ്യില്ല പെങ്ങളെ, ഫലം ചെയ്യില്ല സഹോദര. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാതലായിട്ട് വേണ്ടത് നമസ്കാരമാണ്. നമസ്കാരമാണ്. നമസ്കാരമില്ലാത്തവൻ സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ സദഖ നൽകിയിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ പരിശുദ്ധമായ കഅബയുടെ കല്ല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ നിരാലംബർക്ക് അവലംബമായതുകൊണ്ടോ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തതുകൊണ്ടോ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമസ്കാരം കാതലാണ്. നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിന്റെ താക്കോല് നിനക്ക് വേണോ? മിഫ്താഹുൽ ജന്നതി അസ്സലാ. ആ സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണ്. നമസ്കാരമില്ലാത്ത സഹോദരാ, നമസ്കാരമില്ലാത്ത സഹോദരി, നിനക്ക് ആ സ്വർഗത്തിന്റെ വീട്ടിലേക്ക് കടക്കാൻ കഴിയുകയില്ല. താക്കോല് വേണ്ടേ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ? താക്കോലില്ല. താക്കോൽ എന്തുകൊണ്ടാ കിട്ടുക? നിസ്കരിക്കുന്നതിലൂടെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം വെറുതെ നിസ്കരിക്കല്ല, ആദ്യ വഖത്തിൽ നിസ്കരിക്കണം. അവിടെയാണ് ശ്രേഷ്ഠത. എങ്കിൽ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യും. അപ്പൊ പ്രതികൂലമായി ദുആ ചെയ്യും ഉസ്താദേ. പ്രതികൂലമായി ദുആ ചെയ്യും എപ്പോൾ? നമസ്കാരം സമയത്തല്ല നിർവഹിക്കുന്നതെങ്കിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, വഇദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖ്തിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖ്തിഹാ. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ആളുകളുണ്ടോ? നമസ്കാരത്തെ സമയത്ത് ശ്രദ്ധിക്കാത്തതായ സഹോദരങ്ങളുണ്ടോ? സഹോദരിമാരുണ്ടോ? സൈദതീല സമാ. നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരുമ്പോ വലൈഹാ ഉൽമാ. ആ നമസ്കാരം ഇരുൾമുറ്റപ്പെടുകയാണ്. കാരണം നീ നിസ്കരിച്ച നമസ്കാരം സമയത്തല്ല. അതുകൊണ്ട് നമസ്കാരം ഇരുൾമുറ്റപ്പെടുകയാണ്. തീർന്നില്ല. പ്രവാചകന് പഠിപ്പിക്കുകയാണ്, തുറത്തുൽ മലായികതു സ്വലാതഹു. നിസ്കരിച്ചവന്റെ ചാരത്തേക്ക് തന്നെ നമസ്കാരത്തെ സ്വീകരിക്കാതെ മടക്കപ്പെടുമത്രേ. നമസ്കാരത്തെ തിരിച്ചയക്കുകയാണ്. നിസ്കരിച്ചവന്റെ ചാരത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഉയർന്ന നമസ്കാരം അള്ളാന്റെ അർശിലേക്ക് എത്തിക്കാതെ മലക്കുകൾ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുകയാണ്. കാരണം നീ നമസ്കരിച്ചത് തോന്നുമ്പോഴാണ്. നിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ കച്ചവട തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ വീടിന്റെ പണി മുഴുവനും തീർത്തിട്ടാണ്, നിന്റെ ജോലി തിരക്കുകൾ മുഴുവനും കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിന്റെ നമസ്കാരത്തെ കബൂലാക്കൂല. ആ നമസ്കാരം നിന്റെ ഇടത് ഭാഗത്ത് വന്ന് തമ്പടിക്കുകയാണ്. ഫയദു അലൈ. നിസ്കരിച്ചവന് എതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ. നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ. അപകടങ്ങൾ നിനക്കുണ്ടാവട്ടെ, ദുരിതങ്ങൾ നിനക്കുണ്ടാവട്ടെ എന്ന് നമസ്കാരം തന്നെ നിനക്കെതിരായി ദുആ ചെയ്യമേ, പ്രതികൂലമായി പ്രാർത്ഥിക്കമേ. നീ നമസ്കാരത്തെ ആദ്യ വഖത്തിൽ നിസ്കരിച്ചില്ല എങ്കിലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരം എന്തല്ല? സമയത്തല്ല. അങ്ങനത്തെ വ്യക്തിയുടെ കാര്യമായി പറയുന്നു. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരം എന്തല്ല? സമയത്തല്ല. തോന്നുമ്പോ അവന്റെ ഇഷ്ടത്തിന് നിസ്കരിക്കുക. എല്ലാ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഇഷ്ടാനുസരണം നിസ്കരിക്കുക. ഭയങ്കര വിപത്താണ്, ചെറിയ വിപത്തല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമസ്കാരം ചുട്ടവെക്കുന്ന സ്വാലിഹ്യങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇബാദത്തിന് വേണ്ടിയാണല്ലോ റബ്ബ് നമ്മളെ പഠിച്ചത്. അതല്ലേ ആദ്യം ഓതിയ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെ പഠിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ എന്തിനാ നമ്മൾ മടി കാണിക്കുന്നത്?
നമ്മളതിനെ മറക്കുന്നത്, നമ്മളതിനെ റബ്ബിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് ഇബാദത്തെടുക്കൽ കൃത്യമായി ഇബാദത്തെടുക്കുക. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതും അത് തന്നെയാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയം നമസ്കാരം മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്, ബന്ധിതമാണ്, സമയനിർണീതമാണ്. കറക്റ്റായിട്ട് നിസ്കരിച്ചേ പറ്റുള്ളൂ. എങ്കിലേ നിസ്കാരം കൊണ്ട് ഫായിദയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആദ്യ വഖത്താണ് നമ്മൾ മർമ്മപ്രധാനമായി നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യ വഖത്ത് അതിനൊരു ശ്രേഷ്ഠത തന്നെയാണ്, അതിനൊരു മഹത്വം തന്നെയാണ്. ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനുഭാവന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്. ഖറജ ഉമറു ഇലാ ഹായിത്തിൻ ലഹു വറജഅ മിനൽ ഹായിത്തി വന്നാസു ഖദ് സല്ലൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരിക്കൽ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. മഹാനുഭാവൻ തന്റെ തോട്ടത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. തന്റെ തൊഴിലാളികൾക്ക് വേതനം നൽകുകയാണ്. തൊഴിലാളികൾക്ക് വേതനം നൽകി പുറത്തിറങ്ങിയ മഹാനുഭാവൻ കാണുന്നത് വറജഅ മിനൽ ഹായത്തി വന്നാസു ഖദ് സല്ലൂ. ജനങ്ങൾ മുഴുവനും നിസ്കരിച്ചിട്ട് പോകുന്നതാണ് മഹാനുഭാവൻ കാണുന്നത്. തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജനങ്ങൾ മുഴുവനും ആദ്യ ജമാഅത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ. ആദ്യ വഖത്ത് കഴിഞ്ഞിട്ടില്ല, ആദ്യ ജമാഅത്ത്. കാരണം എന്താ? ബാങ്ക് വിളി കേൾക്കുന്നില്ല. ഇന്നത്തെ പോലെ മൈക്ക് സമ്പ്രദായം ഒന്നും ഇല്ലല്ലോ. ബാങ്ക് വിളിക്കുന്നു, വേഗം തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ കഴിയുന്നു. അങ്ങനെയാണ് സമ്പ്രദായം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കയറിയ തോട്ടത്തിനുള്ളിലേക്ക് അവിടുത്തെ ജോലിക്കാർക്ക് വേതനം നൽകി തിരിച്ചു ഇറങ്ങി വരുമ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ് ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു വരുന്നു. ഇതാണ് കാണുന്നത് നേരെ. فقال عمر بن الخطاب رضي الله تعالى عنه, عمر بن الخطاب رضي الله تعالى عنه ഉടനെ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പദം ഇതാണ്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ മുഅ്മിൻ ചൊല്ലുന്ന പദമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون وإنا إليه راجعون. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് മുസീബത്തുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അവൻ ചൊല്ലുന്ന പദമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള പദം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചൊല്ലുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലി. എന്നിട്ട് മഹാനുഭാവന പറയുകയാണ്, യാ മാശറൽ മുസ്ലിമീൻ, യാ മാശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിം സമൂഹമേ, ഉശ്ഹിദുകും അന്നി അഹദൈതു ഹായിതി ലിൽ മസാകീൻ. അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ പറയുകയാണ്, അന്നി അഹദൈതു ഹായിതി ലിൽ മസാകീൻ. ഏതൊരു തോട്ടമാണോ എന്നെ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവനും ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു. കഫാറതൻ അന്നി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹു ഒരിക്കലും എന്നോട് ചോദിക്കരുത്
എന്തേ ഉമറേ നീ ആ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കാനെന്ന് പടച്ചറപ്പ് ചോദിക്കാതിരിക്കാൻ പ്രായചിത്തമായിട്ട് ഞാൻ നൽകുകയാണ്. എന്നെ ഏതൊരു തോട്ടമാണോ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവൻ ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ചിന്ത നമ്മൾ ചിന്തിക്കണം. തന്നെ ഏതൊരു നമസ്കാരമാണ് ജോലിയാക്കിയത്, ഏതൊരു തോട്ടം, ആ തോട്ടത്തെ പരിപൂർണമായി കൊടുത്തു പാവപ്പെട്ടവർ. ചരിത്രത്തിൽ കാണാം, പിന്നീട് ഒരിക്കലും മരണം വരെയും മഹാനുഭാവൻ ആ തോട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഉപകരിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജമാഅത്തിനോടുള്ള താല്പര്യമാണത്, ജമാഅത്തിനോടുള്ള താല്പര്യം. ഒരു ജമാഅത്ത് ഒഴിഞ്ഞു പോകുന്നതിനോടുള്ള വിഷമം എല്ലാവരും അങ്ങനെ തന്നെയാണ്, സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്.